അപ്രഖ്യാപിത പവർ കട്ട് വ്യാപകമാകുന്നതിനിടെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് ആവർത്തിച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി ബിൽ കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പു പറയാനാകില്ല. മുന്നൊരുക്കമുണ്ടായില്ലെന്ന റെഗുലേറ്ററി കമ്മീഷൻ വിമർശനം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എക്സസ് വരുമ്പോൾ ലോഡ് ഷെഡിംഗ് അല്ല, ട്രിപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോർമറിന്റെ കീഴിൽ ആ കപ്പാസിറ്റികൾ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിംഗ് അല്ല. ഇന്നലെ 250 മെഗാവാട്ട് കിട്ടിയതോടുകൂടി നമുക്ക് ലോഡ് ഷെഡിംഗ്. ഇക്കഴിഞ്ഞ രാത്രിയിൽ സംസ്ഥാനത്ത് പലയിടത്തും അപ്രഖ്യാപിത പവർ കട്ടുണ്ടായി. രാത്രി ഉറങ്ങാനാകാതെ ജനങ്ങൾ വലഞ്ഞു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും തരാതെയാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 11 മണിക്ക് കറണ്ട് പോയി. ഇന്നലെ രാത്രി 1:30ക്കാണ് കറണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഉറക്കം പിടിക്കുന്ന സമയത്ത് പുറത്തു വന്നിരുന്നിട്ട് ACB-ക്കാരെ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല. രാജ്യങ്ങളിൽ വല്ലാതെ പിന്നെ പുറത്തിറങ്ങിയാൽ പാമ്പും ഇഴജന്തുക്കളും വന്നിട്ട് ആളെ ബുദ്ധിമുട്ടിക്കുക. അതുകാരം പുറത്തിറങ്ങാൻ പറ്റാത്ത പരിചയം. രാത്രിയും പകലൊന്നും ഉറങ്ങാനേ പറ്റില്ല. രാവിലെ 6 മണിയാകുമ്പോഴേക്ക് തന്നെ വെള്ളമൊക്കെ മേലെ കൂടെ അങ്ങോട്ട് ഒലിക്കാനാണ് നിൽക്കുന്നത്. സഹിക്കണില്ല. പകലും രാത്രി ഒന്നും സഹിക്കണില്ല. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. മോളൊക്കെ പുറത്തിറങ്ങി നിൽക്കുക. ആർക്കും ഉറങ്ങാനുള്ളൊരു സാഹചര്യമല്ല ഇപ്പോൾ. അസഹ്യമായ ചൂടിനിടെ അപ്രഖ്യാപിത പവർ കട്ടുമായതോടെ ചൂട്ടും വിശറിയും പായിയുമൊക്കെയായി കൊല്ലം ഓലയിൽ KSEB ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. പ്രവർത്തകർ ഇപ്പോൾ KSEB ഓഫീസിലേക്ക് ഈ ചുട്ടും പായയും വിശറിയും ഒക്കെയായി അവിടേക്ക് വരുന്നതും പ്രതിഷേധിക്കുന്നതും. നമ്മളെല്ലാം പാവങ്ങൾ, ബാക്കിയുള്ളവർ പുറത്തു വെക്കുന്നവർ, പ്രായമായവർ, കൊച്ചുകുട്ടികൾ, അവരെല്ലാം വെയിലത്ത്. ഈ ചൂട് കൂടുന്നതിനിടെ KSEB-യുടെ വിശദീകരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. KSEB-യുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ചേരുന്നു ഷാരിഖ് നവാസ്. അതോടൊപ്പം ചൂടിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും നൽകും. ആദ്യം ഷാരിഖ് നവാസിലേക്ക്. ഷാരിഖ് നവാസ്, ഈ മന്ത്രിയിലേക്കുള്ള പ്രതികരണം, മന്ത്രിയുടെ പ്രതികരണം, അതിന് മുമ്പ് ഏതായാലും പാലക്കാട് കനത്ത ചൂടാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 40 ഡിഗ്രി സെൽഷ്യസ് കടന്നതിൻ്റെ വാർത്തയും വന്നിരുന്നതാണ്. ഇപ്പോൾ എന്താണ് പാലക്കാട്ടെ സ്ഥിതി? അതോടൊപ്പം തന്നെ മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഷാരിഖ്. ദിലീപ് കുമാർ, പാലക്കാടിൻ്റെ ചൂടിന് ഒരു ശമനവുമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇന്നും പാലക്കാട് വെന്തുരുകുക തന്നെയാണ്. ചൂടിന് യാതൊരുവിധ ശമനവും ഈ നേരം വരെ ഉണ്ടായിട്ടില്ല. കാരണം വേനൽ മഴ ലഭിച്ചാൽ മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് അല്പമെങ്കിലും ആശ്വാസമാവുകയുള്ളൂ. എന്തായാലും മന്ത്രി വീണ്ടും ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല എന്ന് തന്നെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള അനുമതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അറിയിപ്പ് മന്ത്രി നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ, അതായത് ഒരു യൂണിറ്റിന് 2 രൂപ വരുമ്പോൾ അത് ബാധിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. കാരണം അത് ബോർഡ് കൂടി തീരുമാനിച്ച് അപ്പോഴാണ് വൈദ്യുതി ബില്ലിൽ ഇത് റിഫ്ലക്റ്റ് ആകുമോ എന്നുള്ള കാര്യം പറയാനാകുമോ എന്ന് മന്ത്രി പറയുന്നുണ്ട്. അത്തരത്തിൽ വൈദ്യുതി ബില്ല് കൂടാനാണ് ഇത്തരത്തിൽ സാഹചര്യം ഉണ്ടാവുക. കാരണം കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ സെസ് ഉൾപ്പെടെ ഇനി വൈദ്യുതി ബില്ലിലേക്ക് കടന്നു വരും. അത്തരത്തിൽ ജനങ്ങൾ തന്നെയാണ് വീണ്ടും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരിക എന്നൊരു ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല. കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന അമിതമായ ലോഡ് കൊണ്ടുള്ള ഒരു കട്ടും, അതായത് ഡ്രിപ്പ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് തന്നെയാണ് മന്ത്രി ആവർത്തിക്കുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും പല മേഖലകളിലും രാത്രി 10 മണി മുതൽ പല നേരങ്ങളിലായി വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നുണ്ട്. വൈദ്യുതി തടസ്സം നേരിടുന്നുണ്ട്. ആളുകൾ KSEB-യെ വിളിക്കുന്നുണ്ട്. എന്നാൽ KSEB-ക്കാരെ കോൾ കണക്റ്റ് ആവുന്നില്ല, ബിസി എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വൈദ്യുതി പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കൂടി ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയില്ല. കാരണം കൂടുതൽ പ്രതിസന്ധി അപ്പോഴും പൂർണ്ണമായും പരിഹരിക്കാൻ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത് ഷാരിഖ് നവാസാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.